ഗർഭിണിയാകാനും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് വെളിവാക്കുന്ന ഓഡിയോ ആണ്, ശബ്ദ സംഭാഷണമാണ്. ഞാനത് കണ്ടിട്ടില്ല. ഞാൻ മീറ്റിംഗിലായിരുന്നു, UDF-ന്റെ പരിപാടിയിലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാം. ഇപ്പോഴും ഗുരുതരമായ ആരോപണം തന്നെ അതിലും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും പാർട്ടി പരിപാടികൾ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. അല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാർട്ടി പരിപാടികൾ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. പരിപാടികളിലായിരുന്നു, ഞാൻ മീറ്റിംഗിലായിരുന്നു. ഐ ഡോണ്ട് നോ. UDF-ന്റെ കൺവീനർ പ്രിയങ്കരനായ അടൂർ പ്രകാശ് MP അവർ, മറ്റ് പ്രിയങ്കരായ നേതാക്കളെ, ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാ തവണയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ പ്രവാസ സംഘടനയായ ഇൻഗാസും OICC-യും അതേപോലെ തന്നെ IOC-യും ഇവിടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനുള്ള നിരന്തരമായ പ്രയത്നത്തിൽ ഏർപ്പെടാറുണ്ട്. ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യത്തിലാണ് ഉള്ളത്. കാരണം ഏകദേശം 45ഓളം പ്രവാസികൾക്ക് ഇവിടെ മത്സര രംഗത്ത് മത്സരിക്കുവാനുള്ള അവസരം കോൺഗ്രസും UDF-ഉം നൽകിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതിന് KPCC-യോടും UDF-നോടുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്നിവിടെ ഞങ്ങളുടെ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനവും ഞങ്ങളുടെ യാത്രയും ഫ്ലാഗ് ഓഫ് ചെയ്ത് KPCC-യുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ, മഹാദേവൻ പറഞ്ഞതുപോലെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാട്ടിലും പുറത്തും ജോലി ചെയ്യുന്ന നിരവധി സുഹൃത്തുക്കൾ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഭാരവാഹികളും നേതാക്കന്മാരുമായ നിരവധി പേര് മത്സരിക്കുന്നുണ്ട്. മത്സരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, അല്ലാത്തവർക്ക് വേണ്ടിയും ഇവരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. UDF-ന്റെ വിജയത്തിനു വേണ്ടി IOC മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രചരണ ജാഥയ്ക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും. ഫ്ലാഗ് കൊടുക്കുക.